ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ചില റെയിൽവേ ട്രാക്കുകളെ കുറിച്ചാണ്. ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിരിക്കും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കൂ. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഡെത്ത് റെയിൽവേ മ്യാൻമറിലുള്ള ഒരു അപകടകരമായ റെയിൽവേ ട്രാക്കാണ്. ഇതിന്റെ നീളം 415 കിലോമീറ്റർ ആണ്. ഈ റെയിൽവേ 1943-ൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആവശ്യങ്ങൾക്കായി ജപ്പാൻ സർക്കാരാണ് നിർമ്മിച്ചത്. ഇതിന് ഡെത്ത് റെയിൽവേ എന്ന് പേര് വരാൻ കാരണം ഇത് നിർമ്മിക്കുമ്പോഴെടുത്ത മനുഷ്യരുടെ ജീവനുകളാണ്. ഇത് നിർമ്മിക്കാൻ മൊത്തം 60,000 തൊഴിലാളികൾ ജപ്പാനിൽ നിന്നും അതിന്റെ സഖ്യരാജ്യങ്ങളിൽ നിന്നുമാണ് വന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള തടവുകാരായിരുന്നു. മൊത്തം 60,000 പേരിൽ ഏകദേശം 12,000 പേർ ഈ റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുമ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 7,000 പേർ ബ്രിട്ടീഷുകാരും 2,000 പേർ ഓസ്ട്രേലിയക്കാരും 2,000 പേർ നെതർലൻഡിൽ നിന്നും 200 പേർ അമേരിക്കക്കാരുമായിരുന്നു. ഇത്രയധികം പേരുടെ ജീവനെടുത്ത ഈ റെയിൽവേ ട്രാക്കിനെതിരെ പല രാജ്യങ്ങളും പല വിമർശനങ്ങളും ഉന്നയിച്ചു. അങ്ങനെ ഈ ട്രാക്ക് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ അടച്ചുപൂട്ടി. 1957-ൽ ഈ ട്രാക്കിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം വീണ്ടും തുറന്നു. അപകടകരമായ ഈ ആർഗോ ഗെഡെ റെയിൽവേ ഇന്തോനേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ട്രാക്കിലോടുന്ന ആർഗോ ട്രെയിൻ വിനോദസഞ്ചാരികൾക്കിടയിൽ വളരെ പ്രശസ്തമാണ്. ഈ ട്രെയിൻ ബന്തുങ്ങും ജക്കാർത്തായും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ട്രെയിൻ അതിന്റെ യാത്ര തുടങ്ങുമ്പോൾ യാത്രക്കാർക്ക് ആസ്വദിക്കാൻ കഴിയുന്നതുപോലെ ഗ്രാമങ്ങളും മലകളും അങ്ങനെ പല മനോഹരമായ പ്രദേശങ്ങളിലൂടെയും കടന്നുപോകുന്നു. എന്നാൽ ട്രെയിൻ ഈ പ്രത്യേക പാലം കടന്നുപോകുമ്പോൾ യാത്രക്കാർ ഭയത്തിന്റെ കൊടുമുടിയിലെത്തുമെന്ന് തന്നെ പറയണം. ഇതിന് പ്രധാന കാരണം ആ പാലത്തിന്റെ ഉയരമാണ്. ഒരു നേർത്ത ഇരുമ്പ് പാലത്തിലൂടെ ഇത്രയും ഉയരത്തിൽ ട്രെയിനിൽ പോകേണ്ടി വന്നാൽ ആരായാലും തീർച്ചയായും ഭയപ്പെടും. ട്രെയിനിന് പാളങ്ങളല്ലാതെ വേറെ ഒരു താങ്ങുമില്ല. അതായത് ഒരു പക്ഷേ ട്രെയിൻ പാളം തെറ്റിയാൽ നേരെ താഴേക്ക് വീഴേണ്ടി വരും. 2002-ൽ ഒരു ട്രെയിൻ പാളം തെറ്റിയിരുന്നു. ഭാഗ്യവശാൽ അതൊരു ചെറിയ സംഭവമായതുകൊണ്ട് ആർക്കുമൊന്നും സംഭവിച്ചില്ല. ഈ ഔട്ടനിക്വ ചോച്ചോ റെയിൽവേ സൗത്ത് ആഫ്രിക്കയിലുള്ള പഴയ ഒരു സ്റ്റീം എഞ്ചിൻ റെയിൽവേ ആണ്. ഇത് 1928-ൽ നിർമ്മിച്ചു പൂർത്തിയാക്കി. ഈ ട്രാക്കിൽ പല സ്റ്റീം എഞ്ചിൻ ട്രെയിനുകളും പല ഡീസൽ എഞ്ചിൻ ട്രെയിനുകളും ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ കാലാവസ്ഥയ്ക്കിടയിൽ പഴയ ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ പലരും ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വർഷത്തിൽ 40,000 പേർ ഈ ട്രാക്കിൽ യാത്ര ചെയ്തിരുന്നു. ട്രെന്നലസ് നൂബസ് എന്നാൽ മേഘങ്ങളിലേക്ക് പോകുന്ന ട്രെയിൻ എന്നാണ് അർത്ഥം. ഈ റെയിൽവേ ട്രാക്ക് ഉയരമുള്ള പാലങ്ങളിൽ നിർമ്മിച്ചതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെയൊരു പേര് നൽകിയിരിക്കുന്നത്. ഈ ട്രാക്ക് അർജന്റീനയെയും ചിലിയെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ ആൻഡസ് പർവ്വതങ്ങളിൽ നിർമ്മിച്ച ഒരു ടൂറിസ്റ്റ് ട്രാക്കാണ്. മലകൾക്ക് നടുവിലൂടെ ആയതുകൊണ്ട് ഇതിൽ യാത്ര ചെയ്യുന്നവർക്ക് മനോഹരമായ പല പ്രകൃതി ദൃശ്യങ്ങളും കണ്ട് ആസ്വദിക്കാം. എങ്കിലും ഇതിലുള്ള അപകടം നിങ്ങൾ കണ്ട ഉടനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതിന് കാരണം ട്രാക്കിന്റെ ഉയരവും ഈ ആൻഡസ് മലകളുമാണ്. മലയിൽ മണ്ണിടിച്ചിൽ എന്ന് ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉയരത്തിലുള്ള ഈ ട്രാക്കിനെ അത് വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് അപകടകരമായ ട്രെയിൻ ട്രാക്കുകളുടെ ലിസ്റ്റിൽ ഇതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ട്രാക്ക് പോകുന്ന വഴിയിൽ മൊത്തം 21 തുരങ്കങ്ങളും 13 പാലങ്ങളുമുണ്ട്. ഓരോന്നും മുകളിലേക്ക് പോകുന്ന ട്രെയിനിന്റെ സ്ഥിരതയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായിരിക്കും. ഈ ട്രാക്ക് കുത്തനെയുള്ള ഒരു മലഞ്ചെരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ലിൻഡൻ ആൻഡ് ലിൻമൌത്ത് ക്ലിഫ് റെയിൽവേ ഇംഗ്ലണ്ടിലാണ് ഉള്ളത്. ഈ ട്രാക്ക് ലിൻഡനെയും ലിൻമൌത്തിനെയും ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് വിനോദസഞ്ചാരികൾക്ക് എളുപ്പത്തിൽ രണ്ടു ഭാഗത്തേക്കും പോകാൻ കഴിയും. ഈ ട്രാക്ക് വിനോദസഞ്ചാരികൾക്കിടയിൽ വളരെ പ്രശസ്തമാണ്. ആദ്യകാലങ്ങളിൽ ഇത് ചരക്കുകൾ കൈമാറ്റം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു. പിന്നീട് വിനോദസഞ്ചാരികൾ ഇത് കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പൂർണ്ണമായും യാത്രക്കാരുടെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ഈ വ്യത്യസ്തമായ ട്രെയിൻ യാത്രയെ അപകടകരമാക്കുന്നത് അവിടത്തെ ഭൂപ്രകൃതിയാണ്. മലകളിൽ മണ്ണിന് ഉറപ്പ് കുറയുമ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്നത് വലിയ അപകടത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. സൗത്ത് ആഫ്രിക്ക നിയമപരമായി വളരെ മോശം അവസ്ഥയിലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. റെയിൽവേ മേഖല ഇവിടെ ഇതിലും മോശമാണ്. ഇന്ത്യയിലെ പോലെ ഇവിടെയും ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ പല ദുരിതങ്ങളും താണ്ടി മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. ദിവസവും ഒരുപാട് മോഷണ സംഭവങ്ങളും അക്രമ സംഭവങ്ങളും ഈ ട്രെയിനുകളിൽ നടക്കുന്നുണ്ട്. ഇത് ട്രെയിനുകൾ റദ്ദാക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ്. അവിടെ സർക്കാർ സംവിധാനമുണ്ടെങ്കിലും അവർക്ക് എല്ലാം നിരീക്ഷിച്ച് കൈകാര്യം
ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സൗത്ത് ആഫ്രിക്കൻ റെയിൽവേ ഇത്രയും മോശമാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതിനൊട്ടും കുറവല്ലാത്ത രീതിയിൽ തന്നെ ഇന്ത്യൻ റെയിൽവേയുമുണ്ട്. അതിൽ പ്രത്യേകിച്ച് മുംബൈ ഇതിലും മോശമാണ്. മുംബൈ റെയിൽവേ പോലീസിന്റെ രേഖകൾ അനുസരിച്ച് ഇതുവരെ ട്രെയിനുമായി ബന്ധപ്പെട്ട 40,000 അപകടങ്ങൾ നടന്നിട്ടുണ്ട്. 2007 മുതൽ 2017 ശരാശരിയായി ഒരു ദിവസം 9 മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു മരണമെന്ന് പറഞ്ഞാൽ പോലും അത് വലിയ പ്രശ്നമാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് വടക്കൻ സംസ്ഥാനങ്ങളിൽ ട്രെയിനുകൾ പറയാൻ കഴിയാത്തത്ര തിരക്കോടെ പോകുന്നതും നമുക്ക് കാണാൻ കഴിയും. ട്രെയിനിനുള്ളിലുള്ളവരുടെ സാധനങ്ങൾ ട്രെയിനിന് പുറത്തുനിന്ന് തന്നെ കൈക്കലാക്കുന്ന മിടുക്കരായ കള്ളന്മാരും ഇവിടെയുണ്ട്. കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്ത് വലിയ ഒരു റെയിൽവേ നെറ്റ്വർക്ക് നിരീക്ഷിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ എല്ലാത്തിനെയും മറികടന്ന് ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴും സജീവമായി മുന്നോട്ടു പോകുന്നു. തായ്ലൻഡിലെ മാർക്കറ്റിന് നടുവിലൂടെ ട്രെയിൻ പോകുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മാർക്കറ്റിന് നടുവിലൂടെ ട്രെയിൻ പോകുന്നത് കാണാൻ ത്രില്ലിംഗ് ആയിരിക്കും. എന്നാൽ എത്രത്തോളം ത്രില്ലിംഗ് ആണോ അത്രത്തോളം അപകടവും ഇതിലുണ്ട്. സാധാരണയായി ഈ മാർക്കറ്റ് പ്രദേശം കടന്നു പോകുമ്പോൾ ട്രെയിനുകളെ പതുക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുക. എങ്കിലും ജീവഹാനികൾ തടയാൻ അത് മതിയാകുന്നില്ല. ട്രെയിൻ പോകുമ്പോൾ ഈ ട്രാക്കിൽ വീണുപോയ ചില സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് മാർക്കറ്റിലൂടെ പോയ ട്രെയിനിൽ വീണ് മരിക്കുന്നത് സങ്കടകരമായ ഒരു അവസ്ഥയാണ് എന്ന് തന്നെ പറയണം. പിലാറ്റസ് റെയിൽവേയാണ് ലോകത്തിലെ ഏറ്റവും കുത്തനെയുള്ള കോഗ് വീൽ റെയിൽവേ. ഇത് സ്വിറ്റ്സർലൻഡിൽ സ്ഥിതി ചെയ്യുന്നു. കോഗ് വീൽ എന്നാൽ സാധാരണ ചക്രങ്ങൾക്ക് പകരം ഗിയർ ചക്ര സംവിധാനം ഉണ്ടായിരിക്കും. കുത്തനെയുള്ള ചരിവുകളിൽ കോഗ് വീൽ റെയിൽ വെക്കുന്നതിലൂടെ ചക്രം റെയിലിൽ കൂടുതൽ ഗ്രിപ്പ് നൽകും. ഈ റെയിലിനെക്കുറിച്ചുള്ള മറ്റൊന്ന്, ഇത് സർക്കാർ സ്ഥാപിച്ച ട്രാക്ക് അല്ല എന്നതാണ്. ഇത് ആ രാജ്യത്തെ ഒരു പൗരനാൽ നിർമ്മിക്കപ്പെട്ട ട്രാക്കാണ്. അതുമാത്രമല്ല, ഇന്നുവരെ ഇത് സർക്കാർ സഹായമില്ലാതെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ അപകടകരമായ റെയിൽവേ ട്രാക്കുകളുടെ ലിസ്റ്റിൽ തീർച്ചയായും നമ്മുടെ പാമ്പൻ പാലവും ഉണ്ടാകും. പാമ്പൻ പാലം 1914 നിർമ്മിക്കപ്പെട്ടത്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കടൽ വഴിയുള്ള റെയിൽ പാത ഇതാണ്. കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ പാലത്തിന് നടുവിൽ കപ്പലുകൾക്കും ബോട്ടുകൾക്കും പാലം കടന്നുപോകാൻ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. കടലിനു മുകളിലൂടെ ഈ പാലം പോകുന്നതുകൊണ്ട് കടലിലുണ്ടാകുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങളെയും ഈ പാലം താങ്ങേണ്ടി വരുന്നു. അത് ഈ പാലത്തെ ഒരു അപകടകരമായ ഒന്നാക്കി മാറ്റുന്നു. 1964 ഈ പ്രദേശത്ത് വന്ന വലിയൊരു ചുഴലിക്കാറ്റ് ഒരു ഗ്രാമത്തെ പൂർണ്ണമായും നശിപ്പിച്ചു. ഏകദേശം 2000 പേരെ കൊന്ന ഈ ചുഴലിക്കാറ്റ് പാമ്പിനിൽ നിന്ന് ധനുഷ്കോടിയിലേക്കുള്ള യാത്രാ ട്രെയിനിനെ കടലിലേക്ക് തള്ളിവിട്ടു. ഇതിൽ ട്രെയിനിലുണ്ടായിരുന്ന 200 യാത്രക്കാരും മരണപ്പെട്ടു. ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾ കണ്ട ഈ റെയിൽ ട്രാക്കുകളിൽ ഏതാണ് ഏറ്റവും അപകടമെന്ന് നിങ്ങൾ കരുതുന്നുവെന്ന് കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പരക്കട്ടെ പ്രകാശം.